പാലക്കാട് നിന്ന് വോട്ടിന് നോട്ട് എന്നുള്ള ഒരു ആരോപണം വരുമ്പോൾ സമാനമായ രീതിയിൽ നേമത്ത് നിന്നുണ്ടാവുന്നത് വോട്ടിന് വേണ്ടി മദ്യമൊഴുക്കുന്നു BJP എന്നുള്ളതാണ്. ആ നിലയിൽ LDF പ്രവർത്തകരാണ് അത്തരം ഒരു ആരോപണം ഉയർത്തുന്നത്. മേഘന മുരളിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ. മേഘന, ഇത്തരത്തിൽ മദ്യം കൊടുത്ത് വോട്ടുറപ്പിക്കുവാനുള്ള ഒരു നീക്കം BJP നടത്തുന്നു എന്നുള്ളതിന്റെ ഒരു ആരോപണം എങ്ങനെയാണ് LDF പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നത്? എന്തടിസ്ഥാനത്തിലാണ് അത്തരമൊരു ആരോപണം അവർ ഉന്നയിക്കുന്നത്? മേഘന, എന്തായാലും ഈ പാലക്കാട് നോട്ട് കൊടുത്ത് വോട്ട് മറിക്കാൻ ശ്രമം എന്നുള്ളൊരു ആരോപണം ഉയരുന്നു. നിയമത്തേക്ക് വരുമ്പോൾ അത് മദ്യമൊഴുക്കി വോട്ട് തങ്ങളുടെ പാളയത്തിൽ എത്തിക്കാനൊരു ശ്രമം BJP നടത്തുന്നു എന്നുള്ളൊരു ആരോപണമാണ് ഉയരുന്നത്. LDF പ്രവർത്തകരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരമൊരു ആരോപണം ഉണ്ടാവുന്നത്. ഇതിനെന്തെങ്കിലും തെളിവുകളോ മറ്റോ അവർക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? എന്താണ് ഈ ആരോപണത്തിന്റെ അടിസ്ഥാനം? തീർച്ചയായും സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നേമത്തേത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ആരോപണവുമായിട്ടാണ് ഇപ്പോൾ LDF രംഗത്തെത്തുന്നത്. അതിൽ നേമത്ത് BJP മദ്യമൊഴുക്കി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ആരോപണമായി വരികയും ചെയ്യുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസമാണ് ആറ്റുകാൽ മേടമുക്കിലെ BJP ഓഫീസിൽ നിന്നും എക്സൈസ് മദ്യം പിടികൂടുന്നത്. അതിൽ 336 ലിറ്റർ മദ്യമാണ് പിടികൂടിയത്. പക്ഷേ പിന്നീട് അത് 6 ലിറ്റർ മദ്യമാക്കി കേസ് ഒതുക്കി തീർക്കാനും അട്ടിമറിക്കാനും ശ്രമിച്ചു എന്നുള്ളതാണ് LDFന്റെ പ്രധാനപ്പെട്ട ആരോപണമായി വരികയും ചെയ്യുന്നത്. അതിൽ LDF ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിലൊരു ഇടപെടൽ നടത്തുന്നില്ല, കൃത്യമായിട്ടുള്ളൊരു നടപടികൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് LDFന്റെ ആരോപണമായി വരികയും ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടിയുടെ ചീഫ് ഇലക്ഷൻ ഏജന്റ് ആയിട്ടുള്ള ജയൽകുമാറാണ് ആരോപണം ഉന്നയിക്കുകയും അതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പരശുരാമ ക്ഷേത്രത്തിൽ ബലിയിട്ട് തിരിച്ചു വരുന്നവരോട് വർഗീയത പറഞ്ഞ് BJP വോട്ട് ചോദിക്കാൻ ശ്രമിക്കുന്നതടക്കമുള്ള ആരോപണങ്ങളും LDF ഉന്നയിക്കുന്നുണ്ട്. അതേസമയം BJPയുടെ അതുപോലെ തന്നെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ വിശദീകരണം എന്ന് പറയുന്നത് തോൽവി ഉറപ്പായപ്പോൾ ഉണ്ടാകുന്ന ആരോപണങ്ങൾ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇങ്ങനൊരു സംഭവമില്ല, അത് മദ്യമൊഴുക്കി വോട്ട് ചോദിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരും BJP നേതൃത്വവും ഇതിനൊരു വിശദീകരണമായി പറയുന്നത്. പക്ഷേ LDF ആരോപിക്കുന്നത് അത് അങ്ങനെയല്ല എന്നുള്ളതാണ്. മദ്യമൊഴുക്കി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു, അതുപോലെ തന്നെ വർഗീയത പറഞ്ഞ് വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. മാറാട് മറ്റൊരു ആരോപണം കൂടെ വന്നത് നോട്ട് വലിച്ചെറിഞ്ഞു, കടയിലേക്ക് വലിച്ചെറിഞ്ഞു. അത് സ്വാമിനാഥൻ എന്നയാള്, അതോടൊപ്പം തന്നെ മറ്റ് 3 പേർക്കും പണം നൽകി എന്നാണ് പറയുന്നത്. സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.